എല്ലാവർക്കും നമസ്കാരം. വൈബ് ഡെസ്റ്റിനേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി പോകുള്ളൂ. അപ്പോൾ മനസ്സറിഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാണ്, ഖീർഗംഗയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫുൾ സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ലേറ്റ് ആവുകയാണെങ്കിൽ തോർത്തുകൊണ്ട് പിന്നെ ചാർജറൊക്കെയാണ് ഇത് ബാഗിൽ. കണ്ടോ എങ്ങോട്ടാണ്? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താണ് എൻ്റെ ഒന്നുമില്ല. ആ ശരി, പോ അവിടെ നിൽക്ക്. ചങ്കയുടെ കമ്പനി. അപ്പോൾ നേരെ ഖീർഗംഗയിലേക്കുള്ള വഴി ഇതാ കാണുന്നതാണ്. കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. ഇനിയിപ്പോൾ എങ്ങനെ തണുപ്പ് കൂടിയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവമൊക്കെ വെച്ച് കയറ്റിയത്. ഈ കാണുന്നതാണ് വഴി. ഇതിപ്പോൾ നോർമലൊരു വഴിയാണ്, പക്ഷേ ഇതിലൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ല, ചളിപിള്ളിയൊക്കെയായിട്ടുള്ളൊരു വഴി. പിന്നെ ഇതിൽ തന്നെ ഒരു ഷോർട്ട് കട്ടും ഉണ്ട്, ഒരെണ്ണം ഭയങ്കര വളഞ്ഞ വഴിയുണ്ട്. അപ്പോൾ വളഞ്ഞ വഴി അറിയില്ല, നോക്കന്നെ. ചിലപ്പോൾ വരുമ്പോൾ വഴി തരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി പോകണം. പിന്നെ ഈ പോണ വഴിയിലൊക്കെ പാറയുടെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ഖീർഗംഗ വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹെയറോട്ട് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു കഫേ പോലെ തന്നെയാവണം വഴി. അല്ല, ഇത് തന്നെയാണ് വഴി. ഇതൊന്നും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ വേറെ 2-3 വഴികൾ വന്നേക്കാം. ചങ്ക എത്ര പറഞ്ഞിട്ട് നിന്നില്ല, അവൻ എൻ്റെ കൂടെ തന്നെ പോകുന്നു. അപ്പോൾ വാടാ. വാ. എന്ത് വാ വാ വാ. ആരുമില്ലേ? വാ. ഗായ്സ്, പ്ലീസ് ഡോണ്ട് വേസ്റ്റ് പ്ലാസ്റ്റിക് ഇൻ ഫോറസ്റ്റ് ഏരിയ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ട് എന്താ ചെയ്യണ്ടേ? ബാഗിലെടുത്തിക്കണം. എന്നിട്ട് പുറത്ത് പ്ലാസ്റ്റിക് കളയിലോട്ട് കൊണ്ട് കളയണം. അല്ലേ? അല്ലേ? ശരി. ഇത് പെറുക്കാനേ നേരണ്ടാവുള്ളൂ, പക്ഷേ ഞാൻ പെറുക്കിയിട്ടേ പോകുള്ളൂ. അപ്പോൾ ഗായ്സ്, ഇതൊന്നും കളയാണ്ടിരിക്കുക. ഇതൊന്നും കളയാണ്ടിരിക്കുക പുറത്ത്. ഇപ്പോൾ യൂസ് കഴിഞ്ഞെങ്കിൽ തന്നെ ഒരു കവർ കൈ പിടിക്കുക, എന്നിട്ട് അതിലിടുക. അപ്പോൾ എങ്ങനെ ഗായ്സ്? അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചെക്കാൻ പേടിയുണ്ടാണ്. മോളിൽ കയറാൻ നൈസ് പേടിയുണ്ട്. ഞാൻ അങ്ങനെ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ മാത്രമേ പിന്നാലെ വരുള്ളൂ. വ്യൂ രക്ഷയില്ല. ഡ്രസ്സ് മാറ്റേണ്ടി വന്നു, കാരണം ഇവിടേക്ക് കയറിയപ്പോൾ തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും നടന്നു വന്നപ്പോൾ കയറ്റായിരുന്നു. കണ്ടില്ല, ഈ വഴിയൊക്കെ കയറി വന്നപ്പോൾ ഈ ഒരു മല കയറി അപ്പുറത്താന്ന് തോന്നുന്നു അതിൻ്റെ. അപ്പോൾ കയറി വന്നപ്പോൾ ഹീറ്റായി, ബോഡി ഹീറ്റായി, ഫുൾ വയർത്ത്. അയ്യോ, അതായത് ഞാൻ ബാഗിൽ മടക്കി വെച്ചിട്ട് ഒരു സിമ്പിൾ ടീഷർട്ട് തരുന്നുണ്ട്. പിന്നെ വെള്ളം കഴിഞ്ഞു. വെള്ളം കുപ്പിവെള്ളമൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. അതിനേക്കാൾ നല്ല തണുത്ത വെള്ളം. എൻ്റെ അമ്മോ. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ പൊന്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. എന്താണോ ഉദ്ദേശിക്കണേ എന്നറിയില്ല. ഓ, വെള്ളം സെറ്റ് ആയിട്ട് ഇനി ഡയലോഗ് വീണ്ടും നടപ്പ് തുടരുക. എന്തിന് ഞാനിങ്ങനെ നടന്നു വരുന്ന നേരത്തായിരുന്നു ഇങ്ങനൊരു സംഭവം കണ്ടത്. ഖീർഗംഗ ഹൈക്ക് ക്യാമ്പ്സിൻ്റെ ഒരു പോസ്റ്റാണ് വെച്ചിട്ടുള്ളത്. അതിനൊപ്പം കോട്ടയം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ.
പ്ലാസ്റ്റിക് ഇടാനും ഒക്കെ എത്തിയും എന്താണ്. അപ്പോൾ വരുന്ന വഴി ഇനി പോകേണ്ടത് ആ വഴി കൂടെ. എന്താ പച്ചപ്പ്. ഇവിടെയൊക്കെ കഫേസ് ഉണ്ട്. വെൽക്കം ടു ഹെൽത്ത്. ഇവിടെ ഫുഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ക്ലോസ്ഡാണ് ഇപ്പോൾ. ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല, ഈ മഞ്ഞുകാലത്ത് എന്ത് രസമായിരിക്കും അവിടെ വരാൻ. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ തന്നെ ഇതുപോലെ കോണികളൊക്കെ വെച്ചിട്ടുണ്ട് കയറാൻ. ചെളിപ്പിളി പോലെയൊക്കെയാണ് വെച്ച് കയറുക. കുറച്ച് അഡ്വഞ്ചറാണ്. കുറച്ചുകൂടി നന്നായിട്ട് വരുന്നവർ നന്നായിട്ട് നോക്കി കയറുക, പിടിച്ച് കയറുക. വാ വാ ചെക്കനൊന്ന് പോയി പിടിക്കട്ടെ. ആള് വേറെ വഴി കൊടുത്ത് വരുന്നുണ്ട്. നമ്മളെ പോലെ നല്ല ഇവിടുത്തെ പട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ആണോ ഓനതിൻ്റെ മുകളിൽ കൂടെ കയറി വന്നു. എന്ത് ഭയങ്കര കഴിവടങ്ക്. കണക്ക് ഇഷ്ടമല്ലോ. ഇടയ്ക്ക് പുള്ളിക്കാരൻ ചാടിക്കയറി പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ നിൽക്കും. പെണ്ണൊന്നും വേണ്ടടാ, നേരെ നീന്നാ പോണു. വഴികാട്ടിയാന്ന വിചാരം. മൂത്രയ്ക്ക് കളത്തിൽ മലി ഇവിടെ ഉണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് ട്രക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ. ദുരന്തം പറയല്ല, ഇവിടെ വരുമ്പോൾ കണ്ടാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് പോവുക. ഞാനും കെയർഫുള്ളായിട്ട് പോവുക. അവനും കെയർഫുള്ളായിട്ട് തന്നെ പോണേ. അവിടെ എഴുതി വെച്ചാണ് പോലെ തന്നെ അത്രയും നോക്കി പോകേണ്ട വഴി തന്നെയാണ്. ശ്വാസം കിട്ടണില്ല. ഇവിടെ വേറൊരു വഴി കൂടി ഉണ്ട്. ഇതിൽ പോയോഗം വഴി ചെറുതായി വരികയാണ്. അമ്പോ ചൊറി എന്നല്ലേ. നിക്ക് എങ്ങോട്ടാണ് ചെങ്ക് ഭയങ്കര മണം പിടിപ്പിക്കലൊക്കെയാ. നല്ല ക്ലൈമറ്റ് ആട്ടോ. ഫുൾ പച്ചപ്പൊക്കെ മരങ്ങളും പിന്നെ ആ സൗണ്ടും. വരുന്ന വഴിക്കാണ്ടൊരു റെസ്റ്റോറൻറ്റ് ഒരു കോഫി ഷോപ്പാണ്. നല്ല വ്യൂ ആണ്. ഈ ഒരു വ്യൂവിൽ ഒരു മാഗിയും ഒരു ഗ്ലാസ് ചായയും സെറ്റാണ്. അയ്യോ ചോദിക്കുക. അപ്പോൾ ഞാനവിടെ അവരോട് യാത്ര പറഞ്ഞിട്ട് അവരൊക്കെ ഹിമാചലി ഇവിടെയുള്ളവർ തന്നെയാണ്. ഈ സീസൺ ടൈമിൽ ഒരു ഈ കസേരയും സാധനങ്ങളൊക്കെ അവിടെ ഒതുക്കി വയ്ക്കും. അപ്പോൾ ആ പാർക്കെട്ടിൻ്റെ അവിടെ ഒതുക്കി വയ്ക്കും. സീസൺ ടൈമിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ഗോപ്രോയിലാണ് ഈ ചാർജ് 2% ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ എത്തി കഴിഞ്ഞാൽ ചാർജിങ് പോയിൻ്റ് ഉണ്ട്, അവിടെ ചാർജ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് വഴി ഇനിയുള്ളത് മൊത്തം. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ ഏതെങ്കിലും കഫേയിൽ കയറിയിട്ട് ചാർജ് ചെയ്തിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാം. അപ്പോൾ ഞാൻ ടോട്ടലി പെട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ അവിടെ ഇല്ല അത്ര. എന്നാലും ഓൾമോസ്റ്റ് ഞാൻ മൊബൈൽ എടുക്കാം.
പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചവും പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം കൂടി എന്താ പറയുക, കാണുമ്പോൾ തന്നെ വളരെ രസകരമായൊരു സംഭവം തന്നെയാണത്. കുറേ ദൂരം കയറി വരും ഞാൻ. കാരണം ഇവിടുത്തെ നാട്ടിൻപുറത്ത് കുറേ അമ്മച്ചിമാർ നടന്നു വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ അവരെന്നെ കളിക്ക് തുപ്പിയിട്ടൊക്കെ പോകുന്നു. വാശി കയറിട്ടിരിക്കുമോ, ഓടിപ്പടഞ്ഞ് കയറിയില്ലേ, ഓടിപ്പടഞ്ഞ് കയറി അവരൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറി. ഇപ്പം ഞാനിവിടെ ഇരിക്കുക. അയ്യോ, നമ്മളിപ്പോൾ ഏകദേശം ടോപ്പിലെത്താറായി. അമ്മച്ചിമാരൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. ഓ, ഇവിടെയും കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ. ഇതെങ്ങനെ അവരിവിടെ എത്തിക്കുന്നു, കോംപ്ലിക്കേറ്റഡ്. കഴുത, കോവർ കഴുത. ഖീർഗംഗ ട്രക്കിംഗ് ക്യാമ്പാണ് മൊത്തം. ഇവിടെ വന്നപ്പോൾ ഒരു അന്നദാനം കണ്ടതാണ്. ഖീർഗംഗയുടെ സൈഡിൽ തന്നെയായിട്ട് ഫുഡ് കൊടുക്കുന്നു. ഫ്രീ ഫുഡാന്ന് തോന്നുന്നു. ചോറും ഒക്കെയാണ്. എന്താ പ്രത്യേകത എന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിറച്ച ആൾക്കാരുണ്ട്. ഞായറാഴ്ചയാണെന്ന് അതുകൊണ്ടായിരിക്കാം, അറിഞ്ഞൂടാ. പിന്നെ ഭക്ഷണം അവിടെ കൊടുക്കുന്നുണ്ട്, ബാക്കിലുണ്ട്. നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അയ്യോ, പിന്നെ അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറും സാമ്പാർ പോലത്തെ എന്തോ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ബാക്കിലുണ്ട് ഒരു വെള്ളം ഒഴുകി വരുന്നു. അവിടെയാണ് ആൾക്കാർ കുളിക്കുന്നത്. ചൂടുവെള്ളമാണ്. ഓരോ പ്രകൃതിയുടെ ഓരോരോ എന്താ പറയുക, ആ വെള്ളം ചൂടായിരിക്കും. സാധാരണ നാച്ചുറലായിട്ട് വരുന്ന വെള്ളമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കുറേ പേര് കുളിക്കുന്നുണ്ട്. പുക വരുന്നുണ്ടല്ലേ വെള്ളത്തിന്. ഒരു ഇവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് വേണം ഉള്ളിലേക്ക് ഇറങ്ങാൻ. ഈ ഒരു വ്യൂവില് അയ്യോ, ഞാനിപ്പോൾ അവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞു. ഓ, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. ആ ചൂടുന്ന അത്രയും ചൂടുള്ള വെള്ളത്തിൽ നിന്ന് കുളിച്ചിറങ്ങിയപ്പോൾ. അവിടുത്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഖീർഗംഗയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ. അല്ലേ അല്ലേ ഷെയ്ക്കാൻ 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 കമാൻഡൊന്നും ആരും പഠിപ്പിച്ചെന്നില്ലേ? ചെറുതരോടെ തെന്നി വീഴേണ്ടതായിരുന്നു. വയ്യണ്ടി, കാരണം ഒന്നും കഴിക്കാണ്ട് കയറി. അവൻ കഴിച്ചിട്ടുണ്ടോ? പിന്നെ അവിടെ ഭക്ഷണമുണ്ട്. ഞാൻ ഒന്നും കഴിച്ചില്ല, കാരണം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും അവിടുത്തെ എല്ലാവരും പോയിക്കണം. വയ്യണ്ടി, അപ്പോൾ വരുമ്പോൾ കഴിച്ചിട്ട് കയറണം. കഴിച്ചിട്ട് വേണം വരാൻ. കയ്യിലല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും വയ്ക്കുക. ഖീർഗംഗയിലേക്ക് പോകുന്ന വഴിയിൽ, പോയിട്ട് വരുന്ന വഴിയിൽ വേറൊരു വഴി വരുമ്പോൾ നമുക്ക് കാണുന്ന വാട്ടർഫോളാണ്. അവിടെ നമുക്ക് കുളിക്കാം. രണ്ട് സ്ഥലത്ത് കുളിക്കാം. മുകളിൽ കുളിക്കാം, മുകളിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാം. പിന്നെ വാട്ടർഫോൾ